ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം, അതായത് കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മുടെ നാട്ടിലായിരുന്നു ഓണം ആഘോഷിച്ചത്. ഇപ്രാവശ്യം നമ്മൾ ലക്ഷദ്വീപിലാണുള്ളത്. നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ ലക്ഷദ്വീപിലാണ്, അഗത്തി ഐലൻഡിൽ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഒന്ന് ഒരുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ ലക്ഷദ്വീപിൽ പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചും കൂടെ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇറങ്ങി, കുറച്ച് നേരത്തെ ഇറങ്ങി ഇന്ന് കേട്ടോ. എന്നിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി നമുക്ക് കടകളിൽ പോയി നോക്കാം, സാധനങ്ങളൊക്കെ മേടിക്കാവേ. പോകാം. അപ്പം അപ്പോൾ നമ്മൾ നേരെ ഏത് റോഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കീളാവ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ ഈസ്റ്റേൺ സൈഡിലത്തെ റോഡിൽ കൂടെ. ഇവിടെ അടുത്തൊരു പച്ചക്കറി കടയുണ്ട്. നമുക്ക് ആദ്യം അവിടെ കയറി നോക്കാം. ഇതാണ് കേട്ടോ കട. നമുക്ക് കയറി നോക്കാം. എന്തെങ്കിലും മേടിക്കാമെന്നും പറഞ്ഞ് വന്നതാട്ടോ. ഇവിടെ ഒന്നും ഒരു സാധനം പോലും ഇല്ല. അതാ ഫുള്ള് കാലിയായിട്ട് കിടക്കുന്നു, ഒന്നുമില്ല. അതേ 5-6 മത്തങ്ങ മാത്രമേ ഇരിക്കുന്നു, വേറെ ഒന്നുമില്ല. കൊച്ചുള്ളി ഉണ്ട്. നമുക്ക് കൊച്ചുള്ളിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. അവിയലിനകത്തിടാൻ കുറച്ച് ഇച്ചിരി കൊച്ചുള്ളി വേണേ. കൊച്ചുള്ളിക്ക് എത്ര? 120. 1 കിലോ ഒന്നും വേണ്ട, നമുക്ക് അവിയലിനകത്തിടാൻ വേണ്ടി മാത്രം കുറച്ച് മതി. അപ്പം ഇച്ചിരി കുറച്ച് കൊച്ചുള്ളി എടുക്കേ. അപ്പോൾ ആദ്യത്തെ കടയിൽ നിന്ന് നമുക്ക് കൊച്ചുള്ളി മാത്രമേ കിട്ടിയുള്ളൂ. ഇതിപ്പോഴെങ്ങാണ്ട് വന്ന് മത്തങ്ങ എന്നാ ഒന്നോ? അതാ ലൈറ്റ് കത്തി. എന്ന് വരും സാധനമൊക്കെ? ഇനി കറങ്ങി തിരിഞ്ഞ് വരുന്നതുകൊണ്ടോ കയറ്റത്തില്ല പോലും. കണ്ടോ? ഏതാ? നിങ്ങൾക്ക് മത്തങ്ങ വേണമെന്ന് പറഞ്ഞില്ലേ? വെച്ചോ. രജിതാക്കൊരു മത്തങ്ങ വേണമെന്ന് പറഞ്ഞാണ്ട് മത്തങ്ങ എടുക്കുന്നുണ്ട്. നമുക്കും കുറച്ച് മത്തങ്ങ എടുക്കണം. വിലയാന്നോ രണ്ടാമത് എഴുതിയേക്കുന്നത്? വില 178. 80 എന്നുള്ളത് 1 kg വില. എനിക്കല്ല ഇച്ചിരി മത്തങ്ങ മുറിച്ച് തരണേ. നമ്മൾ ഇത്രയും കൊച്ചുള്ളി എടുത്തുള്ളൂ. കൊതുക് 36 രൂപ. ഓക്കെ. എനിക്ക് ഇതിനകത്ത് മത്തങ്ങയില കുറച്ച് മുറിച്ച് തരണേ. അത്ര മതി. അല്ല എന്നാ അത്രയും മത്തങ്ങ മേടിച്ച്. ഇത് 39 രൂപയ്ക്കുണ്ട് അല്ലേ? ഇത്രയും മത്തങ്ങ 39ഉം 36 ഇല്ല. എന്താ മുളക് പൊടി? അച്ചാറിട്ട് വെച്ചേക്കുന്നു. ഒരു പച്ചമുളക് പോലും ഇല്ല. നമുക്ക് പച്ചമുളകൊന്നും ഇല്ല. സൂപ്പർ മാർക്കറ്റിലൂടെ ഉണ്ടല്ലോ നമ്മളോട് ചേർന്ന്. സാധനം എല്ലാം തീർന്ന്. എല്ലാവരും പറയുന്ന കേട്ട് മറ്റേ ഇത് മൈദ ഇല്ല, ഒന്നുമില്ല. പിന്നെ എത്ര ദിവസമായി കപ്പൽ വന്നിട്ട്? അങ്ങനെ എന്താ വന്നതാ? അതാ ഇപ്പൊ ഈ കൊച്ചുള്ളി ഞാൻ ഇവിടെ കണ്ടപ്പോഴേ എല്ലായിടവും സവാള പോലും ഇല്ലെന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ കൊച്ചുള്ളി കണ്ടപ്പോൾ മേടിച്ചേ. ഇനി എന്ന് കപ്പൽ വരും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ഓണത്തിന് ഇച്ചിരി ചുമ്മാ സദ്യ പോലെ ഒരുക്കാന്നും പറഞ്ഞോണ്ടാ. പക്ഷെ എന്താ കിട്ടിയൊന്നും ഇല്ല. ഇങ്ങനെ നമ്മൾ ഒരു കടയിൽ നിന്ന് ആകെ 2 ഉള്ളി കിട്ടിയില്ല. ഞാൻ അടുത്ത കടയിലോട്ട് പോകാൻ വേണ്ടി പോവാ. നമ്മുടെ ഫ്രണ്ടിൽ ജാഥ പോകുന്നുണ്ട്. ഇവിടെ നബിദിനത്തിൻ്റെ അലങ്കാരപ്പണികളൊക്കെ നടക്കുന്നു. അതാ വേണ്ടല്ലോ. അതൊരു പച്ചക്കറി കട കാലിയായിട്ട് കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ഓണസദ്യയുടെ കാര്യത്തിലൊരു തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലാണ്ട
ഈ കടയിൽ ഫ്ലൈറ്റിൽ വരുന്നതാണ് സാധനങ്ങൾ. അങ്ങനെ ഈ കടയിൽ നമ്മൾ വന്നതാണ് പെട്ട്. ഈ കടയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നതാ. ഇവിടെ ഒന്നുമില്ല. അയ്യോ ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് തോന്നുന്നു പച്ചക്കറിയില്ലയോ? അവിടെ നോക്കിയേ ഒന്നുമില്ല. ഇത് അടുത്തൊരു കടയാട്ടോ. ഇവിടെ അതിനെക്കാട്ടിലും ഒരു സാധനവും ഇല്ല. അതാണ്ട് ഇതൊക്കെ പച്ചക്കറി വരുന്ന ഓരോരോ കടകളാണ്. ഒന്നുമില്ല. നമ്മളിനി അടുത്തൊരു ഷോർട്ട് കട്ട് കയറി പോകാൻ പോവാട്ടോ. ഇടവഴി എന്തൊരു മരം ഇതൊക്കെയാണ് കേട്ടോ. അതുപോലെ ദ്വീപിലെ ഇടവഴികളിലൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് മരത്തിൻ്റെ ഇടയ്ക്കൂടൊക്കെയാണ് വന്നത്. കണ്ടോ? അല്ല വീടിൻ്റെ മുറ്റത്തൂടൊക്കെ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാം. ഇത് വലിയൊരു ഇത് വീടാന്നോ? ഇത് കണ്ടോ ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയുള്ള സംഭവം. ഇപ്പം എവിടെ എത്തി? എവിടെയോ എത്തി. നമ്മൾ റോഡിൽ വന്നിറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടവഴിയൊക്കെ വരുന്നത്. ഞാൻ കുറേ വണ്ടി വരുന്നുണ്ട്. മറ്റേ ഇതിൻ്റെ ഇന്ത്യൻ ഓയിൽ. ഈ 1-2 കടകളും കൂടെ ഉള്ളൂ പച്ചക്കറി വരുന്നത്. നമുക്ക് നോക്കാം ആ കടയിൽ കൂടെ. ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇല്ല. ഈ കടയിലും വരുന്നതാണല്ലോ. ആരും ഇല്ല. ഇതും പച്ചക്കറി കിട്ടുന്നൊരു കടയാണ്. കയറി നോക്കാം. ഇവിടെ ആകെയുള്ളത് ചേന. ഇത് ഉണങ്ങിയ ചേനയാണല്ലോ. ചേന മാത്രമേ ഉള്ളൂ. സുർക്ക, ഉണക്കമീൻ ഒന്നും ഇല്ല. ഇല്ലയാ പച്ചക്കറി ഒന്നും ഇല്ല. ആണ്ടാ ചിരിച്ചോണ്ട് വരുന്നുണ്ട്. പച്ചക്കറി ഇല്ല. എന്നിട്ട് ഒരു സന്തോഷം നോക്കിയേ. കപ്പലില്ല. ഞങ്ങളൊരു ഓണസദ്യ ഒരുക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഫ്ലോപ്പായില്ലേ. ചേന മാത്രം ഉണ്ട്. അത് തന്നെ ഒന്നുമില്ല. ഒരു സാധനം പോലും. ഇതൊക്കെ പച്ചക്കറി വന്ന് നിറക്കേണ്ടതാ. ഒന്നുമില്ല. ഫുള്ള് കാലി. കപ്പൽ ഇനി എന്ന് വരുമെന്ന് സാധനം കയറ്റത്തില്ല. പച്ചക്കറി വരുമ്പോ പിന്നെ ഒന്നുമില്ല. പച്ചക്കറി എന്നല്ല മറ്റു സാധനം കിട്ടൂല. കാരണം കുറെ ദ്വീപ് വരുന്നല്ല. അവിടേക്കുള്ള ആദ്യം ഉള്ള 1-2 ദ്വീപിലേക്ക് മാത്രമേ സാധനം കയറ്റുള്ളൂ. ചെറിയ കപ്പലല്ലേ. നമ്മുടെ അഗത്തി ദ്വീപിലെ ഒരു സ്വർണ്ണക്കട കണ്ടോ? റൂബി ഗോൾഡ്. ആണ് അതിന്റെ മുകളിൽ മുന്തിരി ഉണ്ട് കേട്ടോ. ഇല്ലെന്ന് തോന്നുന്നു. മുന്തിരിയൊക്കെ ഉണ്ട്. നമ്മുടെ ദ്വീപിലെ മുന്തിരി. അതിന് തൊട്ടപ്പുറത്ത് ഒരു കട പച്ചക്കറി വരേണ്ടതാ. അവിടെയും ഒന്നുമില്ല. ഇനി നമ്മൾ പോകണ്ടല്ലോ. വെറുതെ എന്തിനാ എല്ലായിടത്തും പോയി നോക്കുന്നത്? എങ്ങും ഇല്ല. അപ്പം സാധനങ്ങൾ എവിടെയും ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അപ്പം അതാ നമ്മളിപ്പോൾ എത്ര കുറേ കടകളിൽ കയറി. എവിടെ ഒരു സാധനവും ഇല്ല. പച്ചക്കറി എന്ന് പറയുന്നൊരു സാധനം. സന്തോഷം നോക്കിയേ. സദ്യ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം നോക്കിയേ. മറ്റന്നാൾ സദ്യ ഒരുക്കേണ്ടതാ. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. 13-ാം തീയതിയോ 11-ാം തീയതി ഒരു കപ്പൽ വരും. അതിനകത്ത് സാധനങ്ങളൊക്കെ വരും. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ എല്ലാം പൊളിഞ്ഞ് പാളീസായി. ഞങ്ങൾ കുറേ കടയിൽ കയറി. ഒരു സാധനവും കിട്ടിയിട്ടില്ല. ഒന്നുമില്ല. നമുക്ക് അവിയലോ സാമ്പാറോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ ഒന്നുമില്ല. തോരൻ വെക്കാൻ പോലും ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പച്ചക്കറിയൊന്നും ഇവിടെ വളരത്തില്ല. പിന്നെ അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ അങ്ങനെ പച്ചക്കറി ഒന്നും പിടിക്കത്തൊന്നുമില്ല. ഇല്ലയോ? അപ്പം ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാ? ഞങ്ങൾ വീണ്ടും എന്തായാലും കപ്പൽ വന്നാൽ എല്ലാ കടകളിലും സാധനം കാണും. വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഇനി എല്ലായിടവും കയറി നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഓണം കുളമായല്ലോ. ഇവരാണ്. ഹായ്. അപ്പോൾ അതെ ഞങ്ങൾ പോവാ. ഇനി ഇവിടെ നോക്കണ്ട. ഇനി ഞാൻ വേറെ കട കാണിച്ചു തരാം. ഇതെല്ലാം പച്ചക്കറി കിട്ടുന്ന കടകളായിരുന്നു. പക്ഷെ ഇല്ലല്ലോ. ഞങ്ങൾ വെറുതെ എല്ലാ കടകളിലും ഇങ്ങനെ കയറി ഉണ്ടോ എന്ന് ചോദിക്കണ്ട. ഒരു പച്ചക്കറി കട പക്ഷേ ഇല്ല. അവിടെ കയറണ്ട. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി വേണ്ടത് പരിപ്പിന് വേണ്ടി ചെറുപയർ എടുക്കണം. ചെറിയ പാക്കറ്റ് ഇല്ലയോ? 180. അതാ 90യുടെ എടുത്ത് നമ്മൾ 1 കിലോ ചെറുപയർ എടുത്ത് നമുക്ക് പരിപ്പ് വെക്കണമല്ലോ. ശർക്കര കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പം. തീർന്നു. അച്ചോടാ
പായസം വെക്കാനുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു. പായസത്തിൻ്റെ മിക്സ്, പാലട പായസം മിക്സ് ഒക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാലോ. സേമിയ ആയിരുന്നു കുറച്ചും കൂടി നല്ലത്. ഒരു പപ്പടം എടുക്കാം. പപ്പടം നമുക്ക് തീർന്നു. ഒരു പപ്പടം എടുക്കാം. ചെറിയ പപ്പടം ഇല്ലല്ലോ. യെസ്, ചെറുതുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ സാധാ പപ്പടം കണ്ടോ? അപ്പളം നമുക്ക് ചെറിയ പപ്പടം മതി. 53 റുപ്പീസിൻ്റെ ഒരു ചെറിയ പപ്പടം നമ്മളെടുത്തു. പാലുണ്ടോ? പാലില്ലയോ? പാലില്ലാതെ പിന്നെ പായസത്തിൻ്റെ മിക്സ് മേടിച്ചിട്ട് എന്തെടുക്കാനാ? തേങ്ങാപ്പാൽ കൊള്ളത്തില്ല സേമിയക്കകത്തൊക്കെ. ആര് തേങ്ങാപ്പാൽ ഒഴിക്കും? ആരോട്? സേമിയക്കകത്താ? കേസാർ പിസ്താട. എനിക്കിത് വേണം. എനിക്കിത് കണ്ടപ്പോൾ ഇത് മേടിക്കാൻ തോന്നുന്നുണ്ട്. ഫലൂദ മിക്സ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? മിക്സ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അയ്യോ, മിൽക്കില്ല ഇവിടെ. പാലില്ലാതെ പിന്നെ ഇതെടുത്തിട്ട് എന്ത് കാര്യം? പായസം വെക്കുക എന്നുള്ള ആ ഒരു സംഭവം ഇവിടെ നമ്മൾ ഉപേക്ഷിക്കുവാണ്. കാരണം ഇതിനൊക്കെ എന്തായാലും പാല് വേണമല്ലോ. ആണ് ഇവരെന്നെ കൊണ്ട് വെർമിസെല്ലിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങും പാലൊന്നും ഇല്ല. ഇത് സക്സസ് ആവുമോ? ഫ്ലോപ്പ് ആവുമോ ഇതൊക്കെ? ഇവർ രണ്ടുപേരുടെ സെറ്റായിട്ട് പറയുന്നുണ്ട്. ഉള്ളതോ കള്ളവോ? വെർമിസെല്ലിമൻ്റെ സേമിയ ഇല്ല, വറുത്തത് വരുന്നത്. ബാങ്ക് വിളിച്ച് അതറിയാം, ഞങ്ങൾ അവിടെ മേടിക്കുന്നില്ലയോ? അടിപൊളി എന്നോട് പറയുന്നത്. ബാ, എനിക്ക് ചുമ്മാ ഒരു രസത്തിന് ഞാൻ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചതാ. പാലില്ല, മേടിച്ചിട്ട് കാര്യമുണ്ടോ? തള്ളി അങ്ങ് മറിച്ചോള്. രണ്ടെണ്ണം കൂടെ നിന്ന് 5 കറക്റ്റായിട്ട് കൂട്ടാം ആദ്യം മുതൽ. കണക്കൊക്കെ ശരിയാന്ന് കൂട്ടുന്നേ. കടയുടെ പേരൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. അതവിടെ വെച്ചോ. 323 ആയിട്ടുണ്ട്. മിഠായി കണ്ടോ? ഇത് മറ്റേ ദീപുണ്ട എന്ന് പറഞ്ഞ് വരുന്ന സാധനമാണ് ഇത്. പക്ഷേ ഇത് ദീപുണ്ട അല്ല. ഇത് കേരളത്തിൽ നിന്ന് ദീപുണ്ടയാണെന്നും പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വരുന്ന സാധനമാണ് കേട്ടോ. ഇത് ദീപുണ്ട വേറെ ഐറ്റമാണ്. ദീപുണ്ട അല്ല, ഇത് കേരളത്തിൽ നിന്ന് വരുന്ന, കോഴിക്കോട് നിന്നൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഇത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. കാരണം നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു പച്ചമുളക് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ലക്ഷദ്വീപിലെ അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ. നമ്മളൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒന്നും ഇവിടെ നടക്കത്തില്ല. അപ്പോൾ എപ്പോഴെങ്കിലും കപ്പൽ വരണം, നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ ഒരു സദ്യ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് വീഡിയോ ഒക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.